പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല പ്രഭാത സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം എന്റെ 1-ാമത്തെ വാക്യം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീ ഇറങ്ങി ഹോമയാകും ഖണ്ഡയാകും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ശലോമോന്റെ പ്രാർത്ഥനയോടനുബന്ധമായി സ്വർഗം തീ ഇറങ്ങുന്നതും ഹല്ലേലൂയ സ്തോത്രം. ഹോമയാകും ഭോജനയാകും ഖണ്ഡയാകും ഹല്ലേലൂയ ദഹിപ്പിച്ച കാര്യത്തെക്കുറിച്ച് പലപ്പോഴും നാം പഠിക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കാറുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശലോമോന്റെ കാലഘട്ടത്തിലെ പ്രാർത്ഥനയും പ്രാർത്ഥന മനോഭാവവും, ശലോമോന്റെ ജീവിതവും വിശുദ്ധിയും ദൈവത്തോടുള്ള കൂട്ടായ്മയും ഏകാഗ്രതയും, മാത്രമല്ല ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മനോഭാവം എന്താണ്? ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ മനോഭാവം, നമ്മുടെ വിശുദ്ധി, ദൈവത്തോടുള്ള സമർപ്പണം, ദൈവമുള്ള ബന്ധം, ദൈവമുള്ള കൂട്ടായ്മ, ജീവിത വിശുദ്ധി എത്രമാത്രമാണെന്ന് നാം മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രാർത്ഥനയിലെ കുറവ് നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതം നടക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്നവനായിരിക്കണം. അവൻ എഴുന്നേറ്റ് പ്രകാശിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ശലോമോന്റെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ആകാശത്തുനിന്ന് തീ ഇറങ്ങി യാഗവസ്തുക്കൾ ദഹിപ്പിച്ചുകൊണ്ട് ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി എന്ന് കാണുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. സ്തോത്രം. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി അയക്കുക മാത്രമല്ല ദൈവത്തിന്റെ മഹത്വത്തോട് വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ അനവധി പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അനവധി പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാവരും പ്രാർത്ഥിക്കണം. പക്ഷെ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നുണ്ടോ? ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗം തീ ഇറങ്ങി സ്തോത്രം ഹോമയാകും ഖണ്ഡയാകും ദഹിപ്പിച്ച് കളഞ്ഞ് ദൈവത്തിന്റെ മഹത്വവും തേജസ്സോടെ വെളിപ്പെട്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്കകത്ത് അതേ ദൈവമഹത്വം തന്നെ വെളിപ്പെടണം. പക്ഷെ നമ്മുടെ പ്രാർത്ഥന ഇത് വെളിപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന് ഒത്തിരി അകന്നിരിക്കുന്നു. ദൈവമുള്ള കൂട്ടായ്മയിലും ദൈവമുള്ള ആരാധനയിലും വിശുദ്ധിയിലും നാം ഒരുപാട് പിന്നോക്കമായതുകൊണ്ട് ആദിമകാലത്തിൽ എന്ന പോലെ അല്ലെങ്കിൽ ശലോമോന്റെ കാലത്തിൽ എന്ന പോലെ പ്രാർത്ഥനയിൽ ദൈവമഹത്വം വെളിപ്പെടുന്നില്ല എന്നുള്ളതാണ്. സ്തോത്രം. പുതിയ നിയമസഭയുടെ പരാജയം എത്ര വലുതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ആളില്ല. അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ വരാനാണില്ല. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴത്തേനും മനുഷ്യർക്ക് എന്തോ അസ്വസ്ഥതയാണ്. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, പ്രാർത്ഥന കൊണ്ടേ നിന്റെ ജീവിതം പ്രകാശിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളെ ഇരുളടഞ്ഞ ജീവിതത്തിനകത്ത് മൂടി ഇരുണ്ടുകൂടി കിടക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ കാർമേഘം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സമാധാനം ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, പ്രാർത്ഥിക്കുന്നവളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കണം. അതിന് ജീവിത വിശുദ്ധി ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ആലയത്തിലേക്ക് തീ ഇറങ്ങി പോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളാകുന്ന മന്ദിരത്തിനകത്ത് അല്ലേ ഇവിടെ പ്രാർത്ഥിച്ച ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശം തീ ഇറങ്ങി ഹോമയാകും ഖണ്ഡയാകും ദഹിപ്പിച്ചു. അല്ലേ യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. ആശ്ചര്യമായി ദൈവാലയത്തിൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ പുതിയ നിയമസഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലയം ഞാനും നിങ്ങളുമാണ്. അല്ലേ? ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന, ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ
ദൈവത്തിന്റെ തീ, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മളിൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മൾ വെളിപ്പെടുക മാത്രമല്ല, നാം കഴിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്തെ വിഷയം എന്താണോ അതിനകത്ത് ദൈവമഹത്വം വെളിപ്പെടുകയും ചെയ്യണം. പ്രൈസലോ, രക്തം ചെയ്യും. അങ്ങനെ വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തൊക്കെയോ പരാജയങ്ങളുണ്ട്, പ്രാർത്ഥനയിൽ എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ തീ ഇറങ്ങിയ അനവധി സംഭവങ്ങളെ വേദപുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്. നമുക്കെല്ലാ ഭാഗത്തേക്ക് കടന്നു പോകാൻ കഴിയില്ല. ഹല്ലേലൂയ. അഹരോൻ അർപ്പിച്ച യാഗം സ്വർഗീയാഗ്നിയാൽ ദഹിക്കപ്പെട്ടുവെന്ന് ലേവ്യ പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഗിദെയോന്റെ യാഗം സ്വർഗീയാഗ്നിയായി ദഹിപ്പിക്കപ്പെട്ടുവെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു. പ്രൈസലോ. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം തീ അയച്ചു. ബാധയെ തുടർന്ന് ദാവീദ് അർപ്പിച്ച യാഗത്തിലും ദൈവത്തിന്റെ തീ ഇറങ്ങി. ഹല്ലേലൂയ. ദൈവാലയ പ്രതിഷ്ഠയുള്ള ബന്ധത്തിൽ ശലോമോൻ പ്രാർത്ഥിച്ചപ്പോഴും തീ ഇറങ്ങി. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ കൂടിയിരുന്ന 120 മേൽ വെളിപ്പെട്ടു. അങ്ങനെ തീ ഇറങ്ങിയ 6 സംഭവങ്ങൾ. നമുക്കത് വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ശലോമോന്റെ പ്രാർത്ഥനയിൽ നമ്മൾ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം പ്രാർത്ഥിച്ച ദൈവമഹത്വം വെളിപ്പെടുമെന്ന് സ്തോത്രം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവത്തിന്റെ മഹത്വം ജനത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച്, നിന്റെ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ ശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം മറുപടി നൽകുന്നുണ്ടോ? എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് എനിക്ക് പ്രകാശിക്കുവാൻ കഴിയുന്നുണ്ടോ? എന്റെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ അനുഭവത്തിന് മാറ്റം വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ വേണ്ടി വേദപുസ്തകം പല വഴികളെയാണ് നമുക്ക് നൽകുന്നത്. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കാൻ വേണ്ടി വേദപുസ്തകം പല വഴികളും മാർഗങ്ങളും തരുന്നേ. ഹല്ലേലൂയ. അതിലൊന്നാം പല കാര്യങ്ങൾ തന്നെ ഒരു കാര്യമാണ് കർത്താവിലേക്ക് നോക്കുക, പ്രാർത്ഥിക്കുക, നമ്മൾ പ്രകാശമുള്ളവരായി മാറുക. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രകാശമുള്ള മനുഷ്യനായി മാറും. ഹല്ലേലൂയ. ദൈവത്തിന് വചനം വായിക്കുന്നത് പ്രാർത്ഥനയാൽ ഉണ്ടാകുന്ന പ്രകാശത്തെക്കുറിച്ചും ഹല്ലേലൂയ അത് മുഖാന്തരമുണ്ടാകുന്ന ദൈവമക്കൾ അനുഗ്രഹവും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും തോറും നിന്റെ ജീവിതത്തിന്റെ ഇരുള് മാറിക്കൊണ്ട് ദൈവിക പ്രകാശം നിന്നിൽ വെളിപ്പെടുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. രക്തജയം. അനുഗ്രഹം മനുഷ്യന് ആവശ്യമാണ്, നന്മകൾ മനുഷ്യന് ആവശ്യമാണ്, സൗഖ്യം മനുഷ്യന് ആവശ്യമാണ്. ദൈവത്തിന് മനുഷ്യനെല്ലാം പ്രതീക്ഷിക്കുന്നു. ദൈവം എല്ലാം കൊടുക്കണമെന്നാണ് മനുഷ്യൻ പറയുന്നത്. അത് നമ്മുടെ ദൈവം തരാൻ വിശ്വസ്തരുമാണ്. പക്ഷെ ഒരു വ്യവസ്ഥ, നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഹല്ലേലൂയ സ്വർഗം ആ പ്രാർത്ഥന കേൾക്കുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം അയക്കും. സ്തോത്രത്തിന്റെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കും. അപ്പം പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങി വരണം. അപ്പം ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ മുഖ്യ പ്രകാശം നൽകുന്ന കാരണം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനും പ്രാർത്ഥിക്കുന്ന സഭയും പ്രകാശിക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യനും പ്രാർത്ഥിക്കുന്ന സഭയും പ്രാർത്ഥിക്കുന്ന കുടുംബവും പ്രകാശിക്കും. രക്തം ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രകാശമില്ലെങ്കിൽ, പ്രാർത്ഥനയുടെ മഹത്വം വെളിപ്പെടുത്തില്ലെങ്കിൽ, കുടുംബത്തിനകത്ത് എവിടെയാണ് കൂരിരുൾ തിങ്ങി നിൽക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കണം. ഭവനത്തിനകത്ത് ഏതെങ്കിലും വിധത്തിൽ കൂരിരുൾ എന്ന് പറഞ്ഞ പാപത്തിന്റെ അനുഭവങ്ങൾ, പാപ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. വിശ്വാസവും പാപവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പാപവും പ്രാർത്ഥനയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ ഹല്ലേലൂയ വിശുദ്ധനായിരിക്കണം. സ്തോത്രം. വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്താണ് യേശുക്രിസ്തു പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വിശുദ്ധിയിലേക്ക് മടങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തുവായ ഏകാഗ്ര ഹൃദയത്തോടെ
ആമേൻ. നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്തെ ഇരുളുകൾ മാറിപ്പോകും. രക്തം ചെയ്യാം. എത്രയോ കാലങ്ങളായി ഒന്ന് സന്തോഷിപ്പാൻ, ഒന്ന് ശരിയായി ആരാധിക്കുവാൻ, ശരിയായി ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണുവാൻ, കൂട്ടായ്മയിൽ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ സഭകളും കുടുംബങ്ങളും വളരെ വേദനയിലൂടെ കടന്നു പോകുന്നു. സഭകൾക്കകത്തെല്ലാം പിറുപിറുപ്പാണ്. സഭകൾക്കകത്തെല്ലാം ജാതി വ്യവസ്ഥയാണ്. സഭകൾക്കകത്തെല്ലാം വലിയവരും ചെറിയവരുള്ള പ്രശ്നമാണ്. സഭകൾക്കകത്തെല്ലാം നിറത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും സമ്പത്തിന് പേരിലും വിദ്യാഭ്യാസത്തിന്റെ പേരിലും സഭ ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്നു. സഭ പാരമ്പര്യത്തിന്റെ പേരിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സഭകൾക്കകത്ത് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവമഹത്വം വെളിപ്പെടുകയില്ല. സഭ എന്ന് പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ഹല്ലേലൂയ, പരസ്പരം ദൈവമക്കൾ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ, കരങ്ങൾ കൊടുക്കുന്നെങ്കിൽ മാത്രമേ, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നെങ്കിൽ, അന്യോന്യം സ്വാമി പ്രബോധിപ്പിക്കുന്നെങ്കിൽ, ഐക്യമത്യം ഉള്ളവരായി സഭ ഒന്നായി നിന്നെങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവമഹത്വം വെളിപ്പെടുകയുള്ളൂ. രക്തം ചെയ്യും. അത് സഭയായാലും കുടുംബത്തിലായിരുന്നാലും ഐക്യതയില്ലെങ്കിൽ അവിടെ ദൈവമഹത്വം വെളിപ്പെടുത്തില്ല. ഹല്ലേലൂയ. പല സഭകളിലും പ്രാർത്ഥിക്കും പിറുപിറുപ്പിന്റെ അനുഭവമാണ്. ഹല്ലേലൂയ. എന്നേക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ചു, എന്നേക്കാൾ വലിയ പ്രാർത്ഥനക്കാരൻ, എന്നേക്കാൾ വലിയ പ്രാർത്ഥനക്കാരി എന്ന് വേണ്ട, എന്തെല്ലാം കോലാഹലങ്ങളാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന നമ്മളെ സ്നേഹിത, നിനക്ക് തന്ന താലന്ത്, എന്നെ കേൾക്കുന്ന സൗകര്യം, നിനക്ക് തന്ന താലന്ത് നീ പ്രയോജനപ്പെടുത്തണം. മറ്റൊരാളുടെ താലന്തിനെ നീ ചോദ്യം ചെയ്യരുത്. അവരെങ്ങനെയും പ്രാർത്ഥിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനയുടെ ആത്മാവ് കാണും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി പ്രാർത്ഥിച്ചേക്കാം. ഒരുപക്ഷെ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ അറിയില്ലായിരിക്കാം. പക്ഷെ അവർക്ക് ദൈവം കൊടുത്ത താലന്തിനെ നീ ചോദ്യം ചെയ്യരുത്. രക്തം ചെയ്യും. പ്രാർത്ഥിക്കുന്നവരും ദൈവമായിട്ടുള്ളൊരു ബന്ധം നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ്. ആലയം എത്രമാത്രം മനോഹരമായി പണിതാലും, ആലയം എത്രമാത്രം മനോഹരമായി പണിതാലും, എത്രമാത്രം മികച്ചതായി നിന്നാലും, ആലയം എത്രമാത്രം തലയുയർത്തി നിന്നാലും, ഹല്ലേലൂയ, അവിടെ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമില്ലെങ്കിൽ അവിടുത്തെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പ്രൈസ്. എത്ര മനോഹരമായി, എത്ര വലിയ ഉയരത്തിൽ ആലയം പണിത് ആമേൻ വളരെ പ്രൗഢഗംഭീരമായിട്ടൊക്കെ നിന്ന്, ഹല്ലേലൂയ, നമുക്കറിയാം അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം. പക്ഷെ ക്രിസ്തു ഓടില്ലെങ്കിൽ എന്ത് ചെയ്യും? ക്രിസ്തു ഉള്ളിടത്ത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉള്ളിടത്താണ് പ്രാർത്ഥന. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രം പ്രാർത്ഥിക്കുന്നിടത്താണ്, ഹല്ലേലൂയ, സ്തോത്രം, അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം. പ്രൈസ്. ശലോമോൻ പ്രാർത്ഥിച്ചത് യഹോവയായ ദൈവത്തോടാ. ഹല്ലേലൂയ. ആദിമസഭ പ്രാർത്ഥിച്ചത്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പ്രാർത്ഥിച്ചത്, കൂടി വന്ന 120 പേർ പെന്തക്കോസ്താളിൽ പ്രാർത്ഥിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആരുടെ നാമത്തിലാ? ഹല്ലേലൂയ. അതുകൊണ്ട് ആലയം മനോഹരമായി അല്ലെങ്കിൽ ഇരുന്നത് കൊണ്ട് കാര്യമായില്ല. ആമേലിയ ആലയത്തിനകത്ത് ദൈവം ഉണ്ടായിരിക്കണം. യേശു ആക്ഷരികമായി അതിന്റെ ആത്മീയമായി നാം ചിന്തിച്ചാലും, ഹല്ലേലൂയ, നിങ്ങളാകുന്ന ആലയം, നിങ്ങളാകുന്ന ദൈവത്തിന്റെ മന്ദിരം എത്ര മനോഹരമായി അലങ്കരിച്ചെടുത്തൊരുങ്ങി ശ്രേഷ്ഠമായ രീതിയിൽ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായി വന്നാലും, വില കൂടിയ വസ്ത്രം ധരിച്ച് വില കൂടിയ കാറിൽ വന്നിറങ്ങിയാലും, നല്ല കുടുംബത്തിലായിരുന്നാലും, നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിലും, ഹല്ലേലൂയ, നിങ്ങളാകുന്ന ആലയത്തിൽ യേശുക്രിസ്തു ഇല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന വട്ടപൂജ്യമാണ്. പ്രൈസ്. യേശുക്രിസ്തു നിങ്ങളാകുന്ന ആലയത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവമഹത്വം വെളിപ്പെടും. യേശു നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഒന്നും വെളിപ്പെടുത്തില്ല. പ്രൈസ്. ഇന്നത്തെ അനവധി പ്രാർത്ഥനകളും അങ്ങനെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ദൈവസഭയ്ക്കകത്ത്, ദൈവത്തിന്റെ മന്ദിരമാകുന്ന ദൈവത്തിന്റെ ആലയത്തിനകത്ത് പ്രാർത്ഥനയും യാചനയും കൂടെ ഒന്നിച്ചു വെളിപ്പെടുമ്പോൾ ആലയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. സകല ജനങ്ങളുടെയും പ്രാർത്ഥനാ ഭവനം, ഹല്ലേലൂയ, എന്ന് ആലയം വിളിക്കപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോടുണ്ടായിരിക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോടുണ്ടായിരിക്കണം.
ഇതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം അതിന്റെ ഈ 7-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. ഹല്ലേലൂയ. പ്രവാചകൻ യെശയ്യാവ് പറയുകയാണ്, ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുചെന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുക, അല്ലെങ്കിൽ അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിലെ വിഷയങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളും ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉള്ളിൽ ആരോടെങ്കിലും പകയും വിദ്വേഷവും കയ്പും ഒക്കെ വെച്ചുകൊണ്ട് നാം എത്രമാത്രം പ്രാർത്ഥിച്ചാലും അല്ലേ, ആ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടത്തില്ല. പ്രാർത്ഥിക്കുന്നവരും കർത്താവായ യേശുക്രിസ്തുവായിട്ട് ആമി പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ബന്ധമായിരിക്കണം. അവരുടെ ജീവിതത്തിൽ മറ്റൊന്നും പ്രവേശിക്കരുത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ ഇന്ന് പകൽ നീ പുറത്ത് കളയണം. നിർമ്മല ഹൃദയത്തോടെ, ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വന്ന് മുഴങ്കാല് മുടക്കുമ്പോൾ ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയും നിന്റെ ആരാധനയും ദൈവത്തിന് പ്രസാദകരമായി മാറും. സ്തോത്രം. നിന്റെ പ്രാർത്ഥന കാണുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ പ്രാർത്ഥന കാണുന്ന ഒരു ദൈവമുണ്ട്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നതാണ്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ മഹത്തായ അനവധി ഗോപുരങ്ങളും തൂണുകളുമുള്ള അനേകം ആലയങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ വായിച്ചും പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലേലൂയ. ചില ആലയങ്ങൾ വില കൊടുത്ത് വാങ്ങി അതിനെ ഹല്ലേലൂയ മറ്റു പലതും ആക്കി തീർത്തു. ചില ആലയങ്ങളൊക്കെ മറ്റുള്ളവർ വില കൊടുത്ത് വാങ്ങിയിട്ട് അതിനെ പലതാക്കി മാറ്റി. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ എങ്ങോട്ട് ഹല്ലേലൂയ പിടിക്കാൻ കഴിയാതെ വരും. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ച് പോയി പഠിച്ച അനവധി അനുഭവസ്ഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവിടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളില്ല, പ്രാർത്ഥനയുടെ അനുഭവമില്ല, ജീവിത വിശുദ്ധിയില്ല, ദൈവമായുള്ള കൂട്ടായ്മയില്ല. അങ്ങനെയുള്ള ആലയത്തിനകത്ത് ക്രിസ്തുവിന്റെ സാന്നിധ്യമില്ല, ക്രിസ്തുവിന്റെ നാമമില്ല. ഹല്ലേലൂയ. തന്മുഖാന്തരം സംഭവിച്ചത് ആലയങ്ങളെല്ലാം ശൂന്യമായി മാറി. ഹല്ലേലൂയ. ആലയങ്ങളെല്ലാം ശൂന്യമായി മാറിക്കഴിഞ്ഞപ്പോൾ ആലയത്തിനകത്ത് ജനമില്ലാതെ വന്നു. പ്രാർത്ഥന എന്ന് പറയുന്ന ശൂന്യത വന്നപ്പോൾ, ആലയത്തിനകത്ത് പ്രാർത്ഥന എന്ന ശൂന്യത വന്നപ്പോൾ ഹല്ലേലൂയ, അവിടെ എന്ത് ചെയ്തു? ജനം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആമേൻ. ആക്ഷരികമായ ദൈവാലയത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടെങ്കിൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന, ആലയമായിരിക്കുന്ന എന്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളില് എത്രമാത്രം ദൈവസാന്നിധ്യം വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്താൽ നിറയപ്പെട്ട ദൈവത്തിന്റെ ആലയമായിരിക്കണം. രക്തം ചെയ്യും. നമ്മുടെ ഹൃദയം ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമായിരിക്കണം. അങ്ങനെ ദൈവം വസിക്കുന്ന നമ്മുടെ ശരീരമാകുന്ന ആലയത്തിനകത്ത് നാം ദൈവ സാന്നിധ്യത്തോടു കൂടി ഇരിക്കുന്ന ഓരോ അനുഭവങ്ങളും ലേലിയ രക്തം ചെയ്യും നമ്മൾ പ്രകാശിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന് വചനമാണ് പറയുന്നത്. ലേലിയ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ദൈവസഭയ്ക്കകത്തുണ്ടായിരുന്ന ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി. ദൈവസഭയ്ക്കകത്തുണ്ടായിരുന്ന ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി. ആശ്ചര്യമായി നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ആത്മീയമായി നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവത്തിന്റെ മന്ദിരമാകുന്ന, ദൈവത്തിന്റെ സഭയാകുന്ന നമ്മുടെ ഉള്ളിലും ദൈവം തന്ന ആ ദൈവത്തിന്റെ തേജസ്, അഭിഷേകം പാപം മുഖാന്തരം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. പാപം മുഖാന്തരം നമ്മുടെ ഉള്ളിലെ ദൈവ സാന്നിധ്യവും അഭിഷേകവും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന വെറും ജൽപ്പനമായി മാറി. സ്തോത്രം. നാം കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടിവരാ. കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട ഞാനും നിങ്ങൾക്കും കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയാതെ
ഇന്ന് സകലൊരു ഉറക്കത്തിലാണ്. രക്തം ചെയ്യും. പ്രാർത്ഥിക്കാൻ കടന്നു വന്നാൽ ഉറക്കമാണ്, ഉറക്കം. പ്രാർത്ഥന എന്താണെന്നോ പ്രാർത്ഥനയെക്കുറിച്ച് എന്താണെന്നോ അറിയാത്ത ഒരു കൂട്ടം ജനം. അല്ലേലിയ. പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധ കൊടുക്കാത്ത, പ്രാർത്ഥനയെക്കുറിച്ച് അസ്വസ്ഥതയുണ്ടാകുന്ന, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഓടിപ്പോകുന്ന അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യമില്ലെന്നുള്ളതാണ്. അല്ലേലിയ. ദൈവത്തിന്റെ ശരീരമാകുന്ന ആലയം, ദൈവത്തിന്റെ മന്ദിരമാകുന്ന ആലയം നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, ദൈവിക അഭിഷേകമുണ്ടെങ്കിൽ, പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അവിടെ ഓടിയെത്തും. സ്തോത്രം. കാരണം നിങ്ങളുടെ ഉള്ളിൽ അഭിഷേകം വേണം. അതിന് ക്രിസ്തുവിന്റെ നാമം ഉണ്ടായിരിക്കണം. പ്രൈസ്. ഇതില്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് ഉറങ്ങുക തന്നെ ചെയ്യും. അല്ലേലിയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിന്റെ ശൂന്യതയെ നീക്കിയെടുക്കണമെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ ശൂന്യത മാറണമെങ്കിൽ, ഞാൻ മുമ്പ് ആവർത്തിച്ച കുടുംബത്തിലെ ഇരുള് മാറി പ്രകാശം പരത്തണമെങ്കിൽ, സ്തോത്രം, പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ മടങ്ങി വരട്ടെ. ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീ ഇറങ്ങി ഹോവയാകും ഹന്നയാകും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞതുപോലെ, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവിക അത്ഭുതം നടക്കണം. രക്തം ചെയ്യും. പ്രൈസ്. ഇവിടെ ദൈവത്തിന്റെ വചനം, നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ അധിക സമയം കർത്താവിനോടുകൂടെ ചെലവഴിക്കണം. സ്തോത്രം. നമുക്കിപ്പം പ്രാർത്ഥിക്കാനാ സമയമില്ലാതെ ഓടി വന്നിരുന്ന് എല്ലാം കൂടെ 2-3 മിനിറ്റ് 5 മിനിറ്റ് താഴെ കാര്യങ്ങൾ അവതരിപ്പിച്ച് എഴുന്നേറ്റ് പോകുന്നതാ ഇന്നത്തെ പലരുടെയും പ്രാർത്ഥന. ഇന്ന് സഭയിൽ പലരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അറിയില്ല. എനിക്കറിയാം 4-5 വർഷങ്ങൾ സഭയിൽ വന്നിരുന്നവർ, എന്തിനേറെ 10-15 വർഷം സഭയിലിരുന്നവർ. ഹല്ലേലൂയ. സഭയ്ക്കകത്തുള്ള വിശ്വാസികൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്താണ്? പ്രാർത്ഥനയുടെ ആത്മാവ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം അവർക്ക് പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിചാരമില്ല, പ്രാർത്ഥന എന്താണെന്നറിയില്ല. അതുകൊണ്ട് അവർക്കൊന്നും ഒരിക്കലും എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുവാനുള്ള താലന്ത് ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുവാനുള്ള താലന്ത്, പ്രാർത്ഥിക്കുവാനുള്ള കൃപ സകല മനുഷ്യർക്കും ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് പോലെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിനക്കറിയാവുന്നതുപോലെ നീ ദൈവസ്ഥലിരുന്ന അധിക സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന യേശുണ്ട്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരത്തില്ല. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എവിടെയും പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീതിസൂര്യനായ കർത്താവിന്റെ വെളിച്ചത്തിലേക്ക് വരുന്ന, വെളിച്ചത്തോട് അടുത്ത് വരുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നീതിസൂര്യനായിരിക്കുന്ന കർത്താവിനോട് ചേർന്ന് വരുന്ന, അടുത്ത് വരുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രകാശിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീതിസൂര്യനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ വരും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ ആ വെളിച്ചം പകരുമ്പോൾ അത് നിങ്ങളുടെ മുഖത്ത് പ്രകടമാകും. രക്തം ചെയ്യും. ഹല്ലേലൂയ. എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും പരിഹാരം കാണുന്നില്ല, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവത്തോടു കൂടിയിരിക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ പരിഭവങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട് എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവസ്ഥലേക്ക് മടങ്ങി വന്ന് നീയാകുന്ന ആലയത്തിനകത്ത് നീതിസൂര്യനായിരിക്കുന്ന കർത്താവിന്റെ വെളിച്ചം വീശുവാൻ വേണ്ടി, ഹല്ലേലൂയ, നിന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. രക്തം ചെയ്യാം. അതാണ് ദൈവത്തിന് വചനങ്ങൾ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മഹത്വത്തിനെ കൊണ്ടുവരുമെന്ന മോശയുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 25 സ്തോത്രം 8 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു:
അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെയായിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. അവൻ തന്നോട് അരുളിച്ചത് നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിന് 2 പലകയും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. 40 ദിവസം സീനായി പർവ്വതത്തിൽ സ്തോത്രം ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും യഹോവയായ ദൈവത്തോട് ചേർന്നിരുന്ന മോശ, അല്ലേലിയ, മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചത് സീനായി പർവ്വതത്തിൽ ഇറങ്ങി വരുമ്പോൾ അല്ലേലിയ മോശ പോലും അറിഞ്ഞില്ലെന്നുള്ളത്. അപ്പം യേശുവിനോട് കൂടെ ഇരുന്നപ്പോൾ അത്രമാത്രം മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു. സ്തോത്രം. അതെ, നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചതുപോലെ രക്തം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവിന്റെ വെളിച്ചം വരുമ്പോൾ നിങ്ങളുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കും. സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്നവളാണ്, പക്ഷെ ദൈവമഹത്വം വെളിപ്പെടുന്നില്ല. സ്തോത്രം. പണ്ട് നീ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, നന്നായിട്ട് ഉപവസിക്കുമായിരുന്നു, ദീർഘസമയം ദൈവത്തോട് ചേർന്നിരിക്കുമായിരുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വളരെ ആഗ്രഹമായിരുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഓടിപ്പോകുമായിരുന്നു. മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ചിട്ട്, എല്ലാ പണികളും മാറ്റിവെച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. ഇന്ന് നിന്റെ തീഷ്ണതയൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ? ഇന്ന് പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെ ഒഴിവ് പറഞ്ഞ് മാറിപ്പോവുകയല്ലേ? അല്ലേ? എന്താണ് സംഭവിച്ചത്? ദൈവത്തിൽ നിങ്ങൾ അകന്നുപോയി. രക്തം ചെയ്യും. നോക്കിക്ക്, മോശ എന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെ 40 ദിവസം സീനായി പർവ്വതത്തിൽ യഹോവയോട് കൂടെ ഇരുന്നതിന്റെ ഫലം നമ്മൾ കണ്ടു. അല്ലേലൂയ. നിന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതം പ്രാർത്ഥനയായിരിക്കണം. രക്തം ചെയ്യും. യേശുക്രിസ്തുവിന്റെ ജീവിതം മുഴുവനും അല്ലെങ്കിൽ പ്രകാശിക്കാൻ കാരണം പ്രാർത്ഥനയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതം മുഴുവൻ പ്രകാശിക്കാൻ കാരണം എന്താ? യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയായിരുന്നു എന്ന് വേദപുസ്തകം വായിക്കും കാണാൻ കഴിയും. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അധികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. യേശുവിന് എന്തായിരുന്നു ജോലി? അധികാലത്തെ ഇരുട്ടോടെ അല്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. അല്ലേലിയ, അല്ലേലിയ. അപ്പം മനോഹരമായ ഒരു പ്രാർത്ഥന ജീവിതം അതിരാവിലെ തന്നെ യേശുക്രിസ്തു തെരഞ്ഞെടുത്തു. തന്റെ പ്രാർത്ഥനയ്ക്കകത്ത് മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുവാൻ അതിരാവിലെ ഒരു നിർജ്ജന സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. അല്ലേലിയ. അത് നിങ്ങളും അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവമായുള്ള കൂട്ടായ്മയുടെ ആ തേജസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു. നിങ്ങൾക്ക് ഭവനത്തിനകത്ത് ജോലിയുള്ളവരാണ്, കുടുംബ ഭാരമുള്ളവരാണ്, കുടുംബത്തിന് പ്രാപ്തങ്ങളുള്ളവരാണ്. അങ്ങനെയുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തണം. പ്രൈസ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തി വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. യേശു നിർജ്ജന സ്ഥലത്ത് മാറിയിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളും വേറിട്ടിരുന്നൊരു പ്രാർത്ഥന, നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധം മാത്രം. ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം മഹത്വം വെളിപ്പെടും. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ നിങ്ങൾക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. അല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നിങ്ങൾ ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള ആരാധന അല്ലെങ്കിൽ എത്രമാത്രം അല്ലെങ്കിൽ അത് വിശ്വസ്തയോടാണ് ചെയ്യുന്നത്. നിങ്ങളെ പ്രാർത്ഥന ജീവിതം ദൈവത്തോട് എത്രമാത്രം വിശ്വസ്തയോടാണ് ചെയ്യുന്നത്. അല്ലേലൂയ. നിങ്ങളെ ശോധന ചെയ്യുക. അതിരാവിലെ നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ച യേശുവിനെ കുറിച്ച് പക്ഷെ രാവും പകലും മലയിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുവെന്ന് യേശുവിനെ കുറിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. രാവും പകലും. അതിനെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവര് ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. അപ്പോൾ യേശു എന്താ ചെയ്തത്? അല്ലേ, ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ഹല്ലേലൂയ.
യേശുവിനെ ഒരു കൂട്ടം ജനം ഒടുക്കിക്കളയാൻ ശ്രമിക്കുക. യേശുവിനെ ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞൊരു കൂട്ടം ജനം നിൽക്കുക. അതിന്റെ നടുവിലും യേശു മലയിൽ പോയിരുന്ന, ദൈവത്തോട് ചേർന്നിരുന്ന, ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചു രാത്രി മുഴുവൻ. ഹല്ലേലൂയ. അത് നിന്നെ ഒടുക്കിക്കളയുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് പലവിധമായ പദ്ധതിയുമായി കടന്നു വരുമ്പോൾ, നിന്നെ തകർക്കുവാൻ, നിന്റെ തലമുറയെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ നന്മയെ തകർക്കുവാൻ, നിന്റെ ജോലി തകർക്കുവാൻ, നിന്റെ ബിസിനസ് തകർക്കുവാൻ, നിന്റെ കുടുംബജീവിതം തകർക്കുവാൻ, നിന്റെ തലമുറയുള്ള തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുവാൻ പിശാച് പലവിധമായി പദ്ധതിയുമായി ചില ആളുകളെ എഴുന്നേൽപ്പിക്കും. അവർ ഭ്രാന്തു നിറഞ്ഞവരായി നിനക്കെതിരെ കടന്നു വരും. പ്രൈസോ, നിന്റെ കുടുംബത്തിന് നേരെ കടന്നു വരും, നിന്റെ ജോലിക്ക് നേരെ കടന്നു വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നീ അവരോട് എതിർത്ത് നിൽക്കാൻ ഒരുങ്ങാതെ യേശു മലയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരണം. പ്രൈസോ, പ്രാർത്ഥിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും എതിരെയുള്ള ഭ്രാന്ത് പിടിച്ച അന്ധകാര ശക്തികൾ മാറിപ്പോകും. ഹല്ലേലൂയ. അപ്പം ദൈവമക്കളെ ഉപദ്രവിക്കുവാൻ, ദൈവമക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ ഭ്രാന്തു പിടിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. അല്ലെങ്കിൽ നമ്മളവരെ കണ്ടുകൊണ്ടിരിക്കുക, ഭ്രാന്തന്മാർ. അതാണ് വേദപുസ്തകം പറഞ്ഞത്. അല്ലെങ്കിൽ അവരോ ഭ്രാന്തു നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചിച്ചു. ഇത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ, ഹല്ലേലൂയ, എന്ത് ചെയ്യണമെന്നുള്ള ചില തന്ത്രങ്ങൾ ഒരുക്കി ഭ്രാന്തു പിടിച്ചവരായി നിനക്കെതിരെ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വാ. യേശുവിനെ പോലെ രക്തം ചെയ്യാം. എന്താണ് ഇവിടെ പറയുന്നത്? രാവും പകലും യേശു മലയിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രൂപാന്തര മലയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നുവെന്ന് ലൂക്കോസ് സുവിശേഷം 9:29 വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. ഹല്ലേലൂയ. യേശു പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ മുഖത്തിന്റെ ഭാവം മാറി. ഹല്ലേലൂയ. അവന്റെ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി മാറി. അത് നീ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ ദൈവസന്നി പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ യേശുവിന്റെ മുഖത്തിന്റെ ഭാവം മാറി അവന്റെ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി മാറിയതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങനത്തെ ദൈവസാന്നിധ്യം വെളിപ്പെടും. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് തീറങ്ങി ഹോമയാകും കന്യയാകും ദഹിപ്പിച്ച് യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞതുപോലെ, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടിയായി നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങളാകുന്ന ദൈവാലയത്തിനകത്ത്, നിങ്ങളാകുന്ന ആലയത്തിനകത്ത് ദൈവ തേജസ് കൊണ്ട് നിറയണം. പ്രൈസലോ, രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പ്രാർത്ഥനയ്ക്ക് മടങ്ങുക. സ്തോത്രം. ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകളിൽ നീ സമയം ചെലവഴിക്കാതെ, ഈ ലോകത്തിന്റെ മായയായ കാര്യങ്ങളിൽ നിന്റെ സമയത്തെ നഷ്ടപ്പെടുത്തി കളയാതെ, കർത്താവ് തന്നിരിക്കുന്ന സമയം നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കണം. യേശു വരാൻ സമയമായി, കാഹളം കേൾക്കാൻ സമയമായി, വിശുദ്ധന്മാരൊക്കെ ഉയർക്കേണ്ട സമയമായി, മുമ്പേ മരിച്ച വിശുദ്ധന്മാരൊക്കെ ഉയർക്കേണ്ട സമയമായി, ജീവനോടിരിക്കുന്ന സഭ ദൈവമക്കൾ രൂപാന്തരപ്പെട്ട സമയമായി. നീ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, പ്രാർത്ഥിക്കുന്നവനല്ലെങ്കിൽ ആ ദൈവസാന്നിധ്യം നിനക്ക് നഷ്ടപ്പെടും, സ്വർഗം നഷ്ടപ്പെടും. ഹല്ലേലൂയ. യേശുക്രിസ്തു രൂപാന്തര ബലിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിനാൽ പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയായി മാറും. കർത്താവിനാൽ പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയായി മാറും. നമുക്ക് ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ശക്തനായ ഒരു പ്രാർത്ഥനാ മനുഷ്യനുണ്ടായിരുന്നു. ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ശക്തനായ മനുഷ്യൻ, പ്രാർത്ഥനാ മനുഷ്യൻ. ഹല്ലേലൂയ. വൈകുന്നേരം പ്രസംഗിക്കണമെങ്കിൽ രാവിലെ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ചാൾസ് ഫിന്നി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു പ്രസംഗം നടത്തണമെങ്കിൽ അദ്ദേഹം ദൈവസന്നി മാറിയിരുന്ന മണിക്കൂറുകളോളം പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ശരീരമാകുന്ന, അദ്ദേഹത്തിന്റെ മന്ദിരമാകുന്ന ശരീരത്തിൽ, ഹൃദയത്തിനകത്ത് ദൈവ തേജസ് നിറയപ്പെട്ട് കഴിയുമ്പോൾ, സീനായി പർവ്വതത്തിൽ 40 ദിവസം മോശയിരുന്നപ്പോൾ മോശയുടെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിച്ചതുപോലെ ചാൾസ് ഫിന്നിയുടെ ജീവിതത്തിലും അദ്ദേഹം ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ
അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ തേജസ് വന്ന് അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിച്ച് അദ്ദേഹം പ്രസംഗത്തിന് വേണ്ടി വരും. അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ജനങ്ങൾ ദൈവ സാന്നിധ്യത്താൽ പാപബോധമുള്ളവരായി വിറയലോടെ തങ്ങളെ നാമിയെ സമർപ്പിക്കും. അതെ, പ്രാർത്ഥിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗത്തിനകത്താണ് മനുഷ്യന് പാപബോധം വെളിപ്പെടുന്നത്. അല്ലേ, ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവസനി പ്രാർത്ഥനയോടെ വചനമെടുത്ത് വെച്ച് ധ്യാനിച്ച് വചനത്തിന്റെ ആലോചന ചോദിച്ച് വചനത്തിലൂടെ ദൂതുകൾ പ്രാപിച്ച് അതിനകത്ത് ദൈവ തേജസ് കണ്ട് നിങ്ങൾ പ്രസംഗ സ്ഥലത്തെത്തിയാൽ ലേരിയ അവിടെ നിങ്ങളുടെ ഓരോ വാക്കുകൾക്കകത്തും ലേരിയ ദൈവത്തിന്റെ തേജസ് ഇറങ്ങാൻ തുടങ്ങും. പാപികൾ മാനസാന്തരപ്പെടും, അന്ധകാര ശക്തികൾ ഓടും, സാത്താൻ ഇരിപ്പിടങ്ങൾ തകരും. ദൈവജനത്തെ ദൈവമക്കളെ കൊല്ലുവാൻ വേണ്ടി ഭ്രാന്തന്മാരെ പോലെ ആമി നെട്ടോട്ടമോടുന്ന ചിലതിനെയൊക്കെ ദൈവം സന്ദർശിക്കാൻ തുടങ്ങും. അതെ, നിന്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥന, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് പ്രാർത്ഥന, നിന്റെ പ്രസംഗത്തിനകത്ത് പ്രാർത്ഥന. അപ്പോൾ ജാൻസിനെ പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ജനം പാപബോധമുള്ളവരായി വിറയലോടെ തങ്ങളെ സമർപ്പിക്കും. തങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് തറയിൽ സാഷ്ടാംഗം വീഴും. അവരുടെ ഇരിപ്പിടത്തിൽ നിന്നൊക്കെ അവർ പ്രാർത്ഥിച്ച് പാപബോധം വരുമ്പോൾ അവർ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റെടുത്ത് ദൈവസനി സാഷ്ടാംഗം വീണ് കരയുവാൻ തുടങ്ങും, നിലവിളിക്കുവാൻ തുടങ്ങും കണ്ണുനീരോടെ. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് നിലവിളിയുണ്ടോ? കണ്ണുനീരുണ്ടോ? ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും സാഷ്ടാംഗം വീഴുന്നുണ്ടോ? ഇന്ന് വന്നാൽ എല്ലാവരും കസേരയിൽ കയറി ഉറങ്ങുന്നവരല്ലേ? ലേരി ഇന്ന് കസേര ഇല്ലെങ്കിൽ മനുഷ്യന് വരുന്നില്ല. കസേര കെട്ടണം വന്നാലുണ്ട്. കസേര കിട്ടിയാൽ അതിലിരുന്ന് ഭയങ്കര ഉറക്കമാണ് ലേരി. എന്നാൽ ചാൾസ് ഫിന്നി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ദൈവതേജസ്സം നിറയപ്പെട്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ജനത്തിന്റെ ഹൃദയത്തിൽ പാപബോധം വന്നു, കുറ്റബോധം വന്നു. അവർ ദൈവസന കസേരയിൽ നിന്നൊക്കെ ഇറങ്ങി സാഷ്ടാംഗം വീണു, നിലവിളിച്ചു. അല്ലേലിയ സ്വോത്രം. അല്ലേ, നിലവിളിച്ച് അയ്യോ പാപിയ എന്നോട് കരുണ കാണിക്കണമേ. അവർ നിലവിളിച്ച് പറയാം, പിതാവേ യേശുവേ പാപിയ എന്നോട് കരുണ കാണിക്കണമേ, എന്റെ കുറവുകളെ ക്ഷമിക്കണമേ, എന്റെ പാപങ്ങളെ പോക്കണമേ, എനിക്കൊരു വിശുദ്ധ ജീവിതം നൽകണമേ. ഇന്നലകളിൽ എന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ നീക്കി എനിക്കും എന്റെ കുടുംബത്തിന് ഉയരുവാൻ കഴിയാതെ ഇരുളിന്റെ ആധിപത്യത്തിലൂടെ കടന്നു പോകുകയാണ്. ശാപം ഞങ്ങളുടെ കുടുംബത്തെ മൂടിയിരിക്കുക, അന്ധകാരം ഞങ്ങളുടെ കുടുംബത്തെ മൂടിയിരിക്കുക. ആഭിചാര മന്ത്രവാദ കൂടോത്ര ശക്തികൾ എന്റെ കുടുംബത്തെ തകർക്കുന്നു. അതിൽ നിന്ന് എനിക്കൊരു മോചനം ആവശ്യമാണെന്ന് പറഞ്ഞ് ആ ദൈവസന സാഷ്ടാംഗം വീഴുന്നെങ്കിൽ രക്തം ചെയ്യും. അല്ലേരിയ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം മറുപടി. നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ ജോലിക്കെതിരെ, നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, നിന്റെ ബിസിനസ്സിനെതിരെ അല്ലേരിയ പിശാച് പലതും കൊണ്ടുവരുന്നുണ്ട് നിന്നെ തകർക്കാൻ. പല തന്ത്രങ്ങളും മന്ത്രങ്ങളും പലതും നിനക്കെതിരെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഭയപ്പെട്ടു പോകണ്ട. ദൈവത്തിന് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. അല്ലേരിയ അപ്പം നിങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന് നിലവിളിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉണർവുണ്ടാകും. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കും. അങ്ങനെ നിങ്ങൾ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉണർവുണ്ടാകും. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കും. അല്ലേരിയ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കഴിയാതെ, ഉണരുവാൻ കഴിയാതെ നിന്റെ ജീവിതത്തെ തകർക്കുന്ന പ്രാർത്ഥന കെടുത്തിക്കളയുന്ന ആ പൈശാചികമായ ശക്തി ഏതൊന്ന് തിരിച്ചറിയട്ടെ. അല്ലേരിയ ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് തീയിറങ്ങി ഹോമയാകും കന്യയാകും ദഹിപ്പിച്ച ഹോമയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവമഹത്വം വെളിപ്പെടണം. രക്തം ചെയ്യാം. അല്ലേരിയ നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലേരിയ ഏലിയാവ് നമുക്ക് സഭസ്വഭാവമുള്ള മനുഷ്യൻ. അല്ലേരിയ യാക്കോബിന്റെ ലേഖനം 5-17 വാക്യം വായിക്കുമ്പോൾ കിടക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഏലിയാവ് നമ്മളുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. വേദപുസ്തകം പറയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ ഏലിയാവിന് പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു.
ഏരിയാവ് നമ്മൾ സമസ്വഭാവമുള്ള മനുഷ്യനാണെങ്കിലും ഏരിയാവിന് പ്രാർത്ഥന ജീവിതമുണ്ട്, നമുക്ക് പ്രാർത്ഥന ജീവിതമില്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഏരിയാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായതുകൊണ്ട്, അല്ലെങ്കിൽ ഏരിയാവ് ഒറ്റ പ്രവചനമാണ്, അല്ലെ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്നാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-1 വാക്യം വായിച്ചേക്കാണ്. അപ്പൊ ഏരിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്തു? അല്ലെങ്കിൽ 3 സ്ഥലങ്ങളിൽ 6 മാസം ദേശത്ത് മഴ പെയ്തില്ല. പ്രൈസലോ. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്നും മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം നിറഞ്ഞു. അല്ലേരിയ. അത് ആ ഏരിയാവ് തന്നെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അല്ലേരിയ സ്തോത്രം, ആകാശത്തു നിന്ന് മഴ പെയ്തു. അല്ലേരിയ, ഭൂമിയിലെങ്ങും ധാന്യം കൊണ്ട് നിറഞ്ഞു. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നിന്റെ ജീവിതത്തിലേക്ക് വരും. പരിശുദ്ധാത്മാവാകുന്ന മഴ നിന്നിലേക്ക് പെയ്തിറങ്ങും. നിന്റെ ജീവിതത്തിലെ ശോധനകളെല്ലാം മാറും, ജീവിതത്തിലെ കഷ്ടങ്ങളെല്ലാം മാറും. ഭൂമി ധാന്യം കൊണ്ട് നിറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിൽ നന്മ കൊണ്ട് നിറയും. രക്തം ചെയ്യും. അത് ഇന്ന് പകൽ പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങിവ. എവിടെയാണ് നിനക്ക് കുറവ് സംഭവിച്ചത്? എവിടെയാണ് പരാജയം സംഭവിച്ചത് എന്ന് നീ മനസ്സിലാക്കി ഇന്ന് പകൽ ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകം 7:1, അല്ലെങ്കിൽ 2 ദിനവൃത്താന്ത പുസ്തകം 7:1. 2 ദിനവൃത്താന്ത പുസ്തകം 7:1 നാം വായിച്ചതുപോലെ ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീയിറങ്ങി ഹോമയാകും ഹന്യയാകും ദഹിപ്പിച്ച് യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ, അതെ, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മടങ്ങുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിലെ ഇരുൾ മാറി, സങ്കടം മാറി, ദുഃഖം മാറി, കണ്ണുനീര് മാറി നിന്നെ അനുഗ്രഹിപ്പാൻ യേശു ആഗ്രഹിക്കുക. ആശ്ചര്യമായ ഒരു ദൈവാലയത്തിൽ ഇത്രമാത്രം ദൈവ സാന്നിധ്യം ഇറങ്ങി നിങ്ങൾ ദൈവത്തിന്റെ ശരീരമാകുന്ന സമയ, ദൈവത്തിന്റെ മന്ദിരമാകുന്ന സമയ. നിങ്ങളാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഉള്ളിൽ ദൈവ തേജസ്സ് ഇറങ്ങട്ടെ. നിന്റെ ഉള്ളിൽ പ്രാർത്ഥന വന്നാൽ നിന്റെ ജീവിതത്തിന്റെ ഇരുള് മാറും, രോഗം മാറും, പാപം മാറും, ക്ഷീണം മാറും, ബന്ധനമെല്ലാം അഴിയാൻ തുടങ്ങും. അല്ലേരി ദേശത്ത് നീ എഴുന്നേറ്റ് പ്രകാശിക്കാൻ തുടങ്ങും. നിന്റെ അധപതനം കാത്തു നിന്നവർ, നിന്റെ പരാജയം കാത്തു നിന്നവർ, നിന്റെ ഉയർച്ചയിൽ അവർക്ക് അത്ഭുതം തോന്നാൻ തുടങ്ങും. അതെ, നിന്റെ തകർച്ചയെ മാറ്റുവാൻ പ്രാർത്ഥന ഏറ്റവും നല്ലത്. നിന്റെ വീഴ്ചയിൽ നിനക്ക് ഉണരുവാൻ പ്രാർത്ഥനയാണ് നല്ലത്. നീ ഇപ്പോൾ കടന്നു പോകുന്ന എല്ലാ പരാജയത്തിൽ നിന്നും മാറുവാൻ സമയങ്ങൾ ചിലവഴിച്ച് യേശു നിർജ്ജന സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ നീ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കും ചില സമയങ്ങൾ തിരഞ്ഞെടുക്കണം. അതിനെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിനോട് പറയാമോ, യേശുവേ, ഇന്ന് തൊട്ട് എന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥന, നഷ്ടപ്പെട്ടു പോയി പ്രാർത്ഥന അനുഭവം മടക്കിയെടുത്ത് അങ്ങോട്ട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയങ്ങൾ ചിലവഴിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉയരുവാൻ കഴിയാതെ, ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, ഉണരുവാൻ കഴിയാതെ ഞാൻ ഭാരപ്പെടുക. കുടുംബം കൂടി ഇരുള, ചെയ്യുന്നതെല്ലാം നഷ്ടമായി മാറുന്നു. ഒന്നിനും ഒരു സന്തോഷമില്ല. എന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥന കുറവാണ്. യേശുവേ, ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന കേരളത്തിലും ഭാരത ലോകരാജ്യങ്ങൾ 800 കോടിയിലത്തെയും ചില തലമുറകളെ എണ്ണത്തിൽപ്പെടാത്തവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവര്, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ, ജനത്തെ, സകല ഭരണ സംവിധാനങ്ങളെയും, കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾ കാക്കുന്ന, കാവൽ ചെയ്യുന്ന BSF, CRPF, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്തിൽ ഞങ്ങളുടെ ജുഡീഷ്യറിയെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവസഭയെ, ദൈവമക്കളെ, വ്യക്തികളെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. അല്ലെങ്കിൽ കർത്താവ് സ്വതം കരയിലും ആകാശമാർഗം വാഹനം ഓടിക്കുക യാത്ര ചെയ്യുന്നവർ, മെക്കാനിക്കൽ രംഗത്ത്, മോട്ടോർ രംഗത്ത് നിൽക്കുന്നവർ, ലേരിയ സമുദ്രത്തിലെ ആഴങ്ങൾ ജോലി ചെയ്യുന്നവർ, ഖനികളും ഫാക്ടറികളൊക്കെ ജോലി ചെയ്യുന്നവർ, കടലോര വാസികളും സമുദ്രത്തിന്റെ ആഴങ്ങൾ മത്സ്യബന്ധനത്തിനായി കടന്നുപോവുകയും ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്ഷീരമേഖലയിലും, കാർഷിക മേഖലയിലും, പൊതുമേഖലയിലും, സഹകരണ മേഖലയിലും, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയകൾ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, അല്ലെങ്കിൽ കർത്താവ് ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളും, വ്യവസായ, വഴിയോര കച്ചവടക്കാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ട്രേഡ് രംഗത്ത്, കൺസ്ട്രക്ഷൻ രംഗത്ത് ജോലി ചെയ്യുന്നവർ, ദേശത്തും വിദേശത്തും കടന്നുപോയി ജോലി ചെയ്യുന്നവർ,
കർത്താവ് കഷ്ടത അനുഭവിക്കുന്ന പാപത്തിനും ശാപത്തിനും രോഗത്തിനും ബന്ധത്തിനും മദ്യത്തിനും മയക്കുമരുന്നിനും പാനത്തിനും അകലിവത അടിമപ്പെട്ട് കിടക്കുന്നവർ, ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ട് കിടക്കുന്നവർ, കർത്താവ് ഇവർക്ക് ഒരു മാനസാന്തരം കൊടുത്ത് പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങി വരണമേ. ഞങ്ങളുടെ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിനും അനുഭവത്തിനും വശന്ന യാചകരും ഓർഫനേജ് കോളേജ് വെച്ച് തടവറയിലായിരിക്കുന്നവർക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ കർത്താവ് ഈ ലോകത്തിന്റെ ജനികമായ ജീവിത സാഹചര്യങ്ങൾ വിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥനയാൽ സമയം ചെലവഴിപ്പാൻ, യേശുവിനോട് ചേർന്നിരിപ്പാൻ അവർക്ക് നല്ല മനസ്സ് കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശം ജോലി ചെയ്യുന്നവർ, കഷ്ടം സഹിക്കുന്നവർ, മണരാജനത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ കടന്നു ജോലി പീഡ അനുഭവിക്കുന്ന സഹോദരന്മാർ, കർത്താവ് ജോലി ചെയ്തിട്ടും വേണ്ടത്ര സാലറിയിൽ ഉയർച്ചയില്ലാതെ, വിസ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുന്ന കടന്നു കഴിയാതെ, വിസയുടെ കാലാവധി നഷ്ടപ്പെട്ട് പുതുക്കി കിട്ടാതെ ഭാരപ്പെടുന്നവർ, വിദേശ രാജ്യങ്ങളിൽ ഗ്രീക്കാരനായി ആഗ്രഹിക്കുന്നവരെ എല്ലാ ദൈവം മാനിച്ച് അനുഗ്രഹിക്കണമേ. ശക്തമായ പ്രാർത്ഥന ജീവിതം കൊടുക്കണം. കർത്താവിന് വേണ്ടി ദേശത്തും വിദേശത്തും കർത്താവ് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ദൈവദാസിദാസന്മാർ, അവരെ ദൈവം അനുഗ്രഹിക്കണമേ. ജയിലറയിൽ കിടക്കുന്ന ദൈവദാസന്മാർ, അവർക്ക് ദൈവം മോചനം കൊടുക്കണമേ. അധികാരികളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വിടപെടണമേ. അധികാരികളുടെ കർത്താവ് ഹൃദയത്തിന്റെ ഈരുകൾ മാറുവാൻ ആ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അവരെ നിറച്ച് സത്യം എന്തെന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഈ ലോകം അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ, അങ്ങയുടെ വരവേറ്റു ആസനമായിരിക്കുമ്പോൾ ഒരു വലിയ കൂട്ടം ജനത്തെ പ്രാർത്ഥനയ്ക്കായി ഒരുക്കണം. യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ തന്നെ ആമേൻ.